Good afternoon. Good Good afternoon, afternoon, madam. Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, good afternoon. Okay, once again, good afternoon to all. Okay, so this is your second class, right? Yes. രണ്ടാമത്തെ ക്ലാസ് അല്ലേ? ഇത് ഓറിയന്റേഷൻ അല്ലാതെ ഇന്നലെ അശ്വിനി മിസ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് ക്ലാസ്. ഓക്കെ. സോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ലൈക്ക് വി നീഡ് പ്രെയർ. റെഡിയാണ്. പ്രെയർ വേണം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രെയറോടായിരിക്കും. ആഫ്റ്റർ തോട്ട്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എമിനന്റ് പേഴ്സൺസിന്റെ തോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അറിയാമോ? APJ അബ്ദുൽ കലാമിന്റെ ഉണ്ട്, മഹാത്മാഗാന്ധി, അങ്ങനെ കുറെ നല്ല നല്ല കോട്ട്സ് നമുക്ക് കിട്ടും. ചില പേരില്ല, അങ്ങനെ കുറെ കോട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെ തോട്ട് ഓഫ് ദ ഡേ ഒരാൾക്ക് പറയാം, അതൊരു സ്റ്റോറി ആയിട്ട് പറയാം, അല്ലെങ്കിൽ കോട്ട്സ് ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എവറി ഡേ എല്ലാ ക്ലാസ്സിലും 2 പേര് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അറിയും? ഹോൾ ക്ലാസ്സിനെ വിഷ് ചെയ്തുകൊണ്ട് എല്ലാരെയും വെൽക്കം ചെയ്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യണം. 2 പേരെന്ന് പറയാൻ കാരണം നമുക്ക് എല്ലാരെയും ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ എല്ലാരിലും ഈ ഒരു ചാൻസ് വരണം, എല്ലാരും ചെയ്യണം. നമ്മളുടെ ഒരു ഷൈനസ്, ഇൻഹിബിഷൻ ഒക്കെ മാറാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുട്ടികളുടെ കൂടെ ചേർന്ന് നമ്മൾ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യേണ്ടതല്ലേ. നിങ്ങൾക്കത് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലതായിരിക്കും. സൈൻ ഇൻ ചെയ്യാന്നുള്ളത് അറിയില്ലേ? RJs ഒക്കെ സൈൻ ഇൻ ചെയ്യുന്ന കേട്ടിട്ടില്ലേ? അവരുടെ ഷോ തുടങ്ങാറായി അവർ വരുമ്പോഴേക്കും അവരുടെ ഒരു എൻട്രി ഒരു പ്രത്യേക രീതിയിലല്ലേ, ഒരു ഋതത്തോടു കൂടി. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാകും. സൈൻ ഇന്നിന് നിങ്ങൾക്ക് ഡാൻസ് ഫോംസ് യൂസ് ചെയ്യാം. എനി ഡാൻസ് ഫോം ക്യാൻ ബി യൂസ്ഡ് സൈൻ ഇൻ ചെയ്യാനായിട്ട്. ആ രീതിയിൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. സോ പ്രെയർ ആർക്കെങ്കിലും ഉണ്ടോ? മാം, നീകളോടെ കാരുണ്യമെങ്കിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളിൽ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോളെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. നല്ല നൈസ് പ്രെയർ ആയിരുന്നു. പക്ഷെ 2 ഓഡിയോ ഓൺ ആയി ഇപ്പോ എക്കോ വരുന്നുണ്ടായിരുന്നു. ആ മേഡം, എന്റെ പേര് സജന എന്നാണ്. ഞങ്ങള് 2 പേരും കൂടെ ഒരുമിച്ചാണ് പാടിയത്. വീടടുത്തായതുകൊണ്ട് ഒരുമിച്ച് പാടിയതാ.
സജന ഒന്ന് മ്യൂട്ടി ഓക്കെ. നമ്മളെ ഈ 2-3 ഡിവൈസസ് അടുത്തിരിക്കുന്നോണ്ടായിരിക്കും ഈ എക്കോ വരുന്നത്. കുറച്ച് ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്കോ ഇല്ലാതെ ചെയ്യണത് എങ്ങനെയാണ്. ചിലപ്പോ ബ്ലൂടൂത്ത് സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാം. ലൈക്ക് ഒരു കമ്മിറ്റി ഫോം ചെയ്യാം, ക്ലാസ് ഗ്രൂപ്പിന് ഒരു കമ്മിറ്റി ഫോം ചെയ്യാം. ഓരോ വീക്കും ഓരോ കമ്മിറ്റി എന്നുള്ള രീതിയിൽ കമ്മിറ്റിയിൽ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഈ 2 കോർഡിനേറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അവരെ അറിയിക്കുക ഓരോ ദിവസവും പ്രെയർ ആരാണ്, തോട്ട് ഫോർ ദ ഡേ ആരാണ്, സൈൻ ഇൻ ചെയ്യുന്ന 2 പേര് ആരൊക്കെയാണെന്ന് അവരെ ഇൻഫോം ചെയ്യുക. കോർഡിനേറ്റേഴ്സ് അതിൽ പങ്കെടുക്കരുത്, അവരെ ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്യുക പ്രോഗ്രാം. പ്രെയർ വേറെ ആളായിരിക്കണം, സൈൻ ഇൻ വേറെ 2 പേരായിരിക്കണം, തോട്ട് ഫോർ ദ ഡേ പറയുന്നത് വേറെ ഒരാളായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻസോ എനിക്ക് കാണിക്കണം. അങ്ങനെ നമുക്ക് ആ മോർണിംഗ് ഒരു 6 minutes ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ കാര്യങ്ങൾക്കെല്ലാം. മോർണിംഗ് അല്ല, ക്ലാസ് തുടങ്ങുമ്പോൾ. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് അടുത്ത 2 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് വരണം. എന്നിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ വീക്കും. അപ്പൊ എല്ലാവരിലൂടെയും ഈ ഒരു പൊസിഷൻ കടന്നു പോകണം. സോ അങ്ങനെ ചെയ്യാം. പിന്നെ വരുന്ന ഫെസിലിറ്റേറ്ററെ ഇൻഫോം ചെയ്യുക, ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെ ആയിരുന്നു, ഏത് പോർഷൻ വരെ എടുത്തു, എന്തെങ്കിലും ഫെസിലിറ്റേറ്റർ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും ക്ലാസ്സിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൈൻഡ് ചെയ്യിക്കുക. അതൊക്കെയാണ് കോർഡിനേറ്റേഴ്സിന്റെ ജോലി. ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അവർ കോർഡിനേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പ് വല്ലതൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഓക്കെ, വൺസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ എന്താണ് ക്ലാസ് എടുത്ത പോർഷൻസ്, ചിലപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരുണ്ടാവുമായിരിക്കുമല്ലോ, അവർക്കൊരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പോർഷൻ ഏതായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊക്കെ അത് ശരിയായി വരും. ഓക്കെ, സോ പ്ലീസ്. സോ യൂണിറ്റ് 1 ആയിരുന്നു അശ്വതി മിസ് എടുത്തുകൊണ്ടിരുന്നത്. ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്, ദെൻ വെൽനസ് അല്ലേ? സോ നെക്സ്റ്റ് യൂണിറ്റ് ഞാൻ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 2, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, സോ ഹെൽത്ത് ഹൈജീൻ യൂണിറ്റ് 2 ആണ്. നമ്മുടെ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 2 ആണ്. ഓക്കെ, നമ്മുടെ ഓഡിയോ ഒക്കെ ഒന്ന് മ്യൂട്ട് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറയേണ്ടത് വരുമ്പോ ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. ഡിസ്റ്റർബൻസ് ആയിരിക്കും. അജിത ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ. എന്താ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്? എന്താണ് ഹൈജീൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്? വ്യക്തിശുചിത്വം, ആരോഗ്യം. എന്ന് വെച്ചാൽ വൃത്തി. ഫിസിക്കൽ എന്താണ് സോഷ്യൽ വെൽബീയിങ്. വ്യക്തി ശുചിത്വം, ആരോഗ്യ ശുചിത്വം, അതുപോലെ രോഗങ്ങൾ ഇല്ലാതിരിക്കുക, പ്ലാസ്റ്റിക് അങ്ങനത്തെ വലിച്ചെറിയണ ശുചിത്വം നമ്മുടെ ആരോഗ്യത്തെ രക്ഷിക്കും. ഇത് കുട്ടികളില് ചെറുപ്പം തുടങ്ങിയ ഇതില്ലെങ്കിൽ എന്ത് പറ്റും? ആരോഗ്യം അസുഖങ്ങൾ കൂടുതലായിരിക്കും. അവരുടെ ആരോഗ്യം മോശമാവും, ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചെറുപ്പത്തിലാണ് അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രായം. പിന്നെ പ്രായമാകും, ആ ഒരു അഡോളസെൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം, യൂത്ത് ആ ഒരു ടൈമിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കൂടും അല്ലെ. ഭക്ഷണമൊക്കെ നല്ലതുപോലെ കഴിക്കും, എക്സസൈസ് ചെയ്യും. ആ ഒരു പ്രായമാണ് അഡോളസെൻസും അതുപോലെ തന്നെ യൂത്ത്, ആ ഒരു ടൈമും, യൗവനം, കൗമാരം എന്ന് പറയുന്ന ആ ഒരു സമയം. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് അസുഖങ്ങൾ വരുന്നത് ചെറുപ്പത്തിലും കുഞ്ഞു കുട്ടികളിലും പ്രായമായ ആളുകളിലുമാണ്. ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫറൻസ്. സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ദ പേഴ്സൺസ്. എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. എന്തോ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആണോ? യെസ്. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് ആണ്. എല്ലാവർക്കും ഹെൽത്തും ഹൈജീനും. നമ്മളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ ആ ഒരു ഷെൽട്ടർ, ആ ഒരു പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്യും, പെറ്റ്സിനെ ക്ലീൻ ചെയ്യും അല്ലെ. അതുങ്ങൾക്കും അസുഖങ്ങൾ വരാം. അപ്പൊ നമ്മൾ എല്ലാവരുടെയും ഹൈജീന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അപ്പൊ കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ്
കൊച്ചു കുട്ടികളുടെ അടുത്ത് കുറെ ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞാലൊന്നും അവർക്ക് ഹെൽത്തി ഹാബിറ്റ്സ് ഒന്നും പെട്ടെന്ന് തലയിൽ കയറില്ല. സോ ഹൗ വി ക്യാൻ പ്രൊവൈഡ് ദം, എങ്ങനെ നമുക്ക് അവർക്ക് ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും? മുറ്റത്തിറങ്ങുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കണം. ഭക്ഷണത്തിന് മുമ്പേ കൈ കഴുകണം. കഴിക്കുന്നതിന് മുമ്പേ അത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ അവരെ കാണിച്ചു കൊടുക്കാം? നമ്മൾ പറയുന്നേക്കാൾ ഏതായിരിക്കും നമ്മൾ ചെയ്യുന്നത് കണ്ട് കാണുന്നു? ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുവാണ് ചെറിയ ക്ലാസ്സിലെ KG ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച്. നിങ്ങൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും? ചാർട്ടൊക്കെ തയ്യാറാക്കി അവർക്ക് പടം അതിലൂടെ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. കൈ കഴുകുന്നതിന്റെ പടം അല്ലേ? വിഷ്വൽ ഇമ്പാക്ട് അവർക്ക് അതാണ്. അവർക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് അത് സ്ട്രൈക്ക് ചെയ്യും, അവരുടെ ഉള്ളിലേക്ക് അത് കയറും. സോ ഇവിടെ അമീഷ എഴുതിയിട്ടുണ്ടായിരുന്നു വിഷൻ. അത് ആ സെൻസ് അവർ നല്ലതുപോലെ യൂസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ മേ ബി കുറച്ചു നേരം അവർ കേൾക്കും, പക്ഷെ വിഷ്വൽ എഫക്ട് അതിന്റെ ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ്. സോ അങ്ങനെ നമുക്ക് ചാർട്ട് പേപ്പർ പ്രസന്റ് ചെയ്യാം. അതാണ്. അപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോ നമ്മൾക്ക് ഇങ്ങനെയുള്ള കുറെ ടൂൾസ് നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ, ചാർട്ടില് ഓരോന്ന് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായിരിക്കും? വീഡിയോസ് കാണിച്ചു കൊടുക്കുക. വീഡിയോസ് കാണിച്ചു കൊടുക്കാം. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. അവർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഗെയിമുകളിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഗെയിമിലൂടെ കാണിച്ചു കൊടുക്കാം. മൃദുല പ്ലേസ് എഴുതി റോൾ പ്ലേ ആണോ? യെസ് മാം. യെസ്, റോൾ പ്ലേ. യു ക്യാൻ യൂസ് റോൾ പ്ലേ. അവരെ തന്നെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് റോൾ പ്ലേ ചെയ്യിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം പ്രസന്റേഷൻ ചെയ്യാനായിട്ട് വീഡിയോ കാണിക്കാനൊന്നും ലാപ്ടോപ്പ് അങ്ങനത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്ത് ടൂൾസ് യൂസ് ചെയ്യാം? ത്രൂ ആക്ഷൻ സോങ്. അതിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷൻ ഭയങ്കരമായിട്ട് അവർ ഇൻവോൾവ് ആകും അതിനകത്ത്. ചെയ്യേണ്ട ദൃശ്യവത്തി അതൊക്കെ ഒരു ആക്ഷനിലൂടെ കാണിക്കുമ്പോ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടം വരും. അപ്പൊ അത് അവരെ കൊണ്ട് തന്നെ ആക്ഷൻ സോങ് ഈ ടീച്ചറും കുട്ടിയും കൂടെ ഒരുമിച്ച് കമ്പൈൻ ആയിട്ട് രണ്ടുപേരും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ നമ്മള് കുട്ടിയായിട്ട് തന്നെ അവർക്കൊപ്പം ആക്ഷൻ സോങ്സ് ചെയ്ത് ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു റൈം നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് എഴുതാനായിട്ട് പറ്റും. അതിനൊരു ടോണും കൂടെ കൊടുത്ത് ഒരു ആക്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രസന്റ് ചെയ്യാം. യെസ് യെസ് സെറീന പറഞ്ഞു. മാം ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ റോൾ പ്ലേക്ക് ശേഷം പറഞ്ഞ കേട്ടില്ലായിരുന്നു. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് റേഞ്ച് ഇല്ലാത്താന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് ഇവിടെ ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്യൂ വരാറുണ്ട്, ഇല്ലാന്നല്ല, കാണിക്കുന്നുണ്ട്. സോ ആരും കേട്ടില്ല? ഞാൻ പറയാൻ കാരണം എനിക്ക് മെസ്സേജില് ആരായിരുന്നു ഒരു പ്ലേൻ ഒരു ഇത് കണ്ടു, മൃദുല പ്ലേസ് നെട്ടു. അപ്പൊ അത് കണ്ടുകൊണ്ട് റോൾ പ്ലേ ആണോ എന്ത് പ്ലേ ആന്ന് ചോദിച്ചപ്പോ റോൾ പ്ലേ ആണോ എന്ന് ചോദിച്ചപ്പോ റോൾ പ്ലേ ആന്ന് പറഞ്ഞു. നമുക്ക് ചെറിയ ചെറിയ ഒരു സ്റ്റോറി പോലെ എടുത്തിട്ട് നറേറ്റ് ചെയ്യുന്നതിന് പകരം കുട്ടികളെ കൊണ്ട് അത് ക്യാരക്ടേഴ്സ് ആക്കി ചെയ്യിക്കാം. പിന്നെ അതുപോലെ തന്നെ ത്രൂ ആക്ഷൻ സോങ് നമുക്ക് ഈ മെസ്സേജ് അവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതൊക്കെയായിരുന്നു. അപ്പൊ റോൾ പ്ലേ, ആക്ഷൻ സോങ്, വിഷ്വൽ എന്തെങ്കിലും വിഷ്വൽ ആയിട്ട് കാണിക്കുന്നു, ചാർട്ട് പേപ്പറിൽ റെഡിയാക്കി കാണിക്കുന്നു, അതെല്ലാമാണ് നമുക്ക് അവരിലേക്ക് ഒരു അവയർനെസ് ഇതുപോലെ നിങ്ങളോട് ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും. ചെറിയ കുട്ടികൾക്ക് ഏറ്റവും അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. ഓക്കെ, യെസ് പറഞ്ഞോ. ഓക്കെ, സോ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 2 ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. സോ നമുക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതില് ഈ 2 പാരഗ്രാഫ്സ് ഓഡിയോ നല്ല ക്ലിയർ ഉള്ള ആരെങ്കിലും വായിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? 2 പാരഗ്രാഫ്സ്.
ഞാൻ വായിക്കട്ടെ Health, മാം. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, affective, psychomotor, language, etc., are affected by his health. Aristotle's maxim, sound mind is a sound body, is a completely accepted idea. Next paragraph also, please. Health സെറീനയുടെ can be വോയിസ് ഇടയ്ക്ക് സെറീനയുടെ വോയിസ് കട്ടാവുണ്ടായിരുന്നേ. നോട്ട് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവില്ലേ? അപ്പോൾ റേഞ്ച് ഉള്ള ആരെങ്കിലും ഞാൻ വായിക്കാമോ? Health can be defined as one or two sentences. According to expert, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word, name of Greek goddess of healing, and its meaning health. The knowledge on health and hygiene, children to achieve and maintain good health and hygiene, babies by themselves as well as the society. Okay. So health and hygiene, we were just discussing here. So health, it's a necessary condition, അല്ലെ? എല്ലാവർക്കും വേണ്ടത് ഒരു നെസറി കണ്ടീഷൻ ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേറ്റസ് വളർന്നുകൊണ്ടിരിക്കുവാണ്, അല്ലെ? ശരീരവും വളരുന്നുണ്ട്, മനസ്സ് വളരുന്നുണ്ട്, ബുദ്ധി വളരുന്നുണ്ട്, അല്ലെ? ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരം മാത്രമല്ല മനസ്സും വളർന്നുകൊണ്ടിരിക്കുക. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ മനസ്സിങ്ങനെ വളരുമ്പോൾ ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവരുടെ നോളജ് ലെവലിനാണ് വ്യത്യാസം വരുന്നത്. ഒരു 3 വയസ്സ് വരെ അല്ലെങ്കിൽ വേണ്ട ഒരു 2 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കൂലേ? അമ്പിളിമാവിനെ വെച്ചുകൊണ്ട് തരാം എന്ന് പറയുമ്പോൾ അവരുടെ വിചാരം അതിങ്ങനെ പോയി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അതൊന്നും ശരിയല്ല, അത് അങ്ങനെ കിട്ടുന്ന സാധനമല്ല. അപ്പൊ അവരുടെ നോളജ് വളരുവാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അജിത ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. പിന്നെ സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓറിയന്റഡ്, ശരീരത്തിന്റെ മൂവ്മെന്റ് അത്. പിന്നെ ലാംഗ്വേജും ആകുവാണ്, അല്ലെ? വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് ചില ബാബ്ലിംഗ് സൗണ്ട്സ് ഒക്കെ ആയിരിക്കും, കൂയിങ് സൗണ്ട് ഉണ്ടാവും, മീനിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ പറയും, മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡ് പറയും, സ്ട്രക്ചർ ഇല്ലാത്ത വേർഡ് പറയും. കുറച്ച് കഴിയുമ്പോഴേക്കും അവര് പപ്പ, മമ്മ അങ്ങനെയുള്ള ചെറിയ ചെറിയ വേർഡ്സ് യൂസ് ചെയ്യും, ചാച്ച എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവര് 2 വേർഡ്സ് യൂസ് ചെയ്ത് മീനിങ് ഫുൾ ആക്കിയിട്ട്, ഫുൾ സെന്റൻസ് പറയാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു മീനിങ് ഫുൾ ആയിട്ട്, അതായത് ഡ്രിങ്ക് വാട്ടർ ആ ഒരു രീതിയിൽ, ഈറ്റ് ഫുഡ്, പ്ലേ ജോയ് ആ ഒരു രീതിയിൽ അങ്ങനെ 2 വേർഡ്സ് യൂസ് ചെയ്തിട്ട് അപ്പൊ അവരുടെ ഒരു അങ്ങനെ മീനിങ് വരുന്ന രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ അവർ പറയും. പിന്നെ ചില സമയത്ത് അവർക്ക് ടെൻസുകൾ മാറിപ്പോവും. ഫ്യൂച്ചർ പറയേണ്ടടുത്ത് പാസ്റ്റ് പറയും, പാസ്റ്റ് പറയേണ്ടടുത്ത് ഫ്യൂച്ചർ പറയും. അങ്ങനെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസ് ആണ്. അങ്ങനെ പല രീതിയിലും കുട്ടിയുടെ ഡെവലപ്മെന്റ് വേണം. അപ്പൊ ഹെൽത്തി അല്ലാത്തൊരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നമ്മൾ കണ്ടില്ലേ, ന്യൂട്രീഷൻ, അല്ലെ? പോഷകക്കുറവ് മൂലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകള്, വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകും, പല അസുഖങ്ങൾ ഉണ്ടാകും. അതവരുടെ വളർച്ചയെ ബാധിക്കും, പലപ്പോഴും മെന്റൽ ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കും, അവരുടെ ഐക്യുവിനെ ബാധിക്കും, അവരുടെ ബുദ്ധിയെ ബാധിക്കും, അവരുടെ മൂവ്മെന്റ്സിനെ ബാധിക്കും. അങ്ങനെ അപ്പോ അവിടെയാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് യൂണിറ്റ് അത് വരും. അപ്പൊ അങ്ങനെ ഓരോന്നും, അപ്പൊ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ വ്യത്യാസങ്ങളെല്ലാം നല്ലപോലെ വരും.
അവര് ഭക്ഷണം കഴിക്കേണ്ട പ്രായമാണ്, ഭക്ഷണം ശരിക്കും കൊടുക്കണം എന്നൊക്കെ വീട്ടിലെ പ്രായമുള്ളവരൊക്കെ ചിലപ്പോ പറയില്ലേ, കുട്ടി സ്കൂളിൽ നിന്ന് വരാറാകുമ്പോൾ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം, ഭക്ഷണം കഴിക്കേണ്ട പ്രായമാണ്, അങ്ങനെയൊക്കെ പറയും അല്ലെ. അപ്പൊ ഇവിടെ നമ്മളുടെ ഒരു ഫേമസ് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു തത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മാക്സിം, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അതിനെ ബീറ്റ് ചെയ്യാൻ ഒന്നുമില്ല, അതൊരു ഫാക്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. രണ്ടും കണക്റ്റഡ് ആണ്. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും കണക്റ്റഡ് ആണ്. ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ, മനസ്സും ആരോഗ്യമുള്ളതായാൽ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അരിസ്റ്റോട്ടിൽ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. അദ്ദേഹം ഒരു പൊളിമാത്ത് ആണ്. പൊളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഏരിയയിലും അദ്ദേഹത്തിന് വിവരമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം എന്നൊക്കെ പറയുന്നതാണ് സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഫ്രേസ് ആണിത്. ഓക്കെ, ഇതാണ് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ ഇനീഷ്യലി പറഞ്ഞത്. അപ്പൊ ഒരു കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്താണ് നമ്മളിപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടുന്ന ഒരു നെസസറി കണ്ടീഷൻ ആണ്. ബട്ട് വെൻ വി കൺസേൺ അബൌട്ട് ചൈൽഡ് ഡെവലപ്മെന്റ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽത്തിന് പല ഡെഫിനിഷൻസ് പലരും കൊടുക്കുന്നുണ്ടല്ലേ. അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഇൽനെസ് ഇല്ലാത്ത അവസ്ഥയല്ല, ഡിസീസ് ഇല്ലാത്ത അവസ്ഥയല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അവിടെ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്, മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിന് അസുഖമില്ല, ബട്ട് മനസ്സിന് സ്ട്രെസ്സും സ്ട്രെയിനും ആണെങ്കിൽ നമുക്ക് ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ അവയർനെസ്, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും അവയർനെസ് വി ക്യാൻ പ്രൊവൈഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്കറിയാം നമ്മളുടെ ലോക്കൽ അതോറിറ്റീസ്, ഇപ്പൊ കോർപ്പറേഷനോ പഞ്ചായത്തോ അങ്ങനെ എന്ത് തന്നെയായാലും അവരുടെ കീഴില് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവര് പല പ്രോഗ്രാംസും ഓരോ സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. ഡ്രൈ ഡേ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. ആഴ്ചയിൽ ഒരിക്കല് വീട് മുഴുവനും ക്ലീൻ ചെയ്യുക, വെള്ളം കെട്ടിക്കിടക്കുന്ന അതൊക്കെ നശിപ്പിക്കുക, ചിരട്ട അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ അതൊക്കെ നശിപ്പിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന, അങ്ങനെ നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ വന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് പോവാറുണ്ട്. സംടൈംസ് അവർ സർവേക്ക് വരും. ഏതെങ്കിലും റീസെന്റ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അങ്ങനെ വരാറുണ്ട്. അപ്പൊ പല രീതിയിലുള്ള സ്റ്റെപ്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ലോക്കൽ അതോറിറ്റിയുമായിട്ട് അവര് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പലപ്പോഴും പല റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി, അവരൊക്കെ അവരുടെ ചില ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഓരോ ഏരിയയിലെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആരെയെങ്കിലും വിളിച്ചിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെന്റൽ ഹെൽത്തിലാണ്. കാരണം മെന്റൽ ഹെൽത്ത് അത് ഭയങ്കര ലോ ആവുകയാണ് കുട്ടികളിൽ പ്രത്യേകിച്ച് അല്ലെ. അധ്യാപകനെ ത്രട്ടൺ ചെയ്യുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, പോലീസുകാരനെ അടിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പല ആക്ഷൻസും വരുന്നുണ്ട്. ഇതിന് കാരണം സംഭവം എവിടെയോ അവരുടെ മെന്റൽ ഹെൽത്തിന് എന്തോ തകരാറ് സംഭവിച്ചതാണ്. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഉള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാത്രമല്ല, എല്ലാ ഏരിയയിലും ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഹൈജീനും ഹെൽത്തും കണക്റ്റഡ് തന്നെയാണ്. ഹൈജീൻ ആണെങ്കിലേ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ വരുള്ളൂ. വീട്ടിലെ എല്ലാം നല്ല ഹെൽത്തി ഫുഡ്, വീടും നല്ല ക്ലീൻ, പക്ഷെ ഈ വ്യക്തി മാത്രം പേഴ്സണൽ ഹൈജീൻ ചെയ്യുന്നില്ല, അതിനെ കീപ്പ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അയാൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ അത് തന്നെ ചാൻസ്, മറ്റുള്ളവർക്കും ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ഉള്ള കാരണം അയാൾ തന്നെയാകും. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി അല്ലെ ഹൈജീൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്വന്തം ശരീരം മാത്രം ശുചിത്വം ആ ഒരു ഹൈജീൻ എന്നല്ല, നമ്മളുടെ വീട്ടില് ഡൊമസ്റ്റിക് ഹൈജീൻ, അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യണം ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പല പ്രോഗ്രാംസും നമുക്ക് കണ്ടക്ട് ചെയ്യാം. അവർക്ക് ഈ അവയർനെസ് അവരുടെ ഏജിനനുസരിച്ചുള്ള മീഡിയംസ് നമുക്ക് യൂസ് ചെയ്ത് അവർക്ക് അവയർനെസ് കൊടുക്കാം.
അപ്പൊ അങ്ങനെ ചെറുപ്പം തുടങ്ങി അവർ ആ ഹാബിറ്റ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ശീലിക്കുകയാണെങ്കിൽ, ഹൈജീൻ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ശീലിച്ചു വരുവാണെങ്കിൽ അവര് ആ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സ്. ഒന്ന് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ചെറുപ്പത്തിലേ നല്ല ശീലങ്ങളാണ് അവർ പോകുന്നതെങ്കിൽ അവർ ലൈഫ് ലോങ് അവരത് ഫോളോ ചെയ്തിരിക്കും അല്ലെ? ഓക്കെ, ദെൻ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നെക്സ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതെല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ച് അവരിങ്ങനെ ഓരോ അവരുടെ ഘട്ടം ഘട്ടമായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുക, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഇങ്ങനെ മാറി മാറി വരുക. സോ ദാറ്റ് മീൻസ് ആ ടൈമിൽ അവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന്റെ കുറച്ച് പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാരാ റീഡ് ചെയ്യാ? ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ. Scope of health education. Health education includes the following subjects. First point, knowledge about food items and the input of the proper growth and development of the human body. Second point, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Third point, bad habits like smoking, drinking, and taking drugs and their evil effect on health, build and mental damage caused to the individual as well as the society. And fourth point, cause of various illness and means of their prevention. Fifth point, mental health, domestic hygiene, community hygiene, sex hygiene, etc. Last point, the importance of first aid in necessity. The knowledge acquired by health education can be applied in school life, personal, community life. Thank you. സോ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. കുട്ടി ഒരു 3 മാം years വരെ നമ്മള് നോട്ട് എഴുതി വെക്കണോ മാം പറയുമ്പോ? നോട്ട് എഴുതണോ? നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് പോലെ ക്ലാസ് നോട്ട്സ് പോലെ എഴുതി എടുക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. നല്ലൊരു കാര്യം. ഓക്കെ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മളുടെ ഇതിനകത്ത് PDF നമുക്കൊരു റെഫറൻസ് ആണ്. ഇതിലുള്ളതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോകും. നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ പല പോയിന്റ്സ് ഇപ്പൊ നമ്മള് പറഞ്ഞിരുന്നു, എങ്ങനെ അവർക്ക് അവയർനെസ് കൊടുക്കാന്ന് പറയുമ്പോൾ കുറെ ഐഡിയാസ് വന്നില്ലേ നമ്മളുടെ കൂടെ തന്നെ എല്ലാവരും. അതങ്ങനെ ഒക്കെ വരുമ്പോ അതൊക്കെ നോട്ട് ചെയ്ത് പോവാം. നമുക്ക് അറിയാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. 3 വയസ്സ് വരെയും കുട്ടികളെ വീട്ടിലൊക്കെ തന്നെയായിരിക്കും അല്ലെ? അത് കഴിയുമ്പോഴാണ് ഇവർ അംഗൻവാടി, പ്രീ സ്കൂള് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ അവര് ആ ഒരു ചെറിയ ഏജില് വീടെന്നല്ല എൻവയോൺമെന്റ് അല്ലാതെ വേറൊരു എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ ആ എൻവയോൺമെന്റിലെ കുട്ടികളെ മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് കുട്ടികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അവയർനെസ്, അത് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, കുട്ടികളുടെ ഏജ് അനുസരിച്ച് എന്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും പല രീതിയിലുള്ള അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ? ഇതെല്ലാം അതിന് വരും. പിന്നെ ഫുഡ് ഐറ്റംസ്, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം ഈ ഫുഡ് നമ്മുടെ ശരീരത്തിന്റെ ഹ്യൂമൻ ബോഡിയുടെ പ്രോപ്പർ ഡെവലപ്മെന്റിന്, ഗ്രോത്തിന് സഹായിക്കും. നമ്മൾ നല്ല പോലെ ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമാണ് നമ്മളുടെ ബ്രെയിനിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ബ്രെയിനും ടയേർഡ് ആവും. ശരീരം നല്ല ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് ബ്രെയിൻ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കറക്റ്റ് ആ ഡയറ്റ് ഒക്കെ നമ്മൾ കഴിച്ച് വൈകുന്നേരം നമ്മൾക്ക് ഉറങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഉറങ്ങാനായിട്ട് പോകുമ്പോഴേക്കും ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യും. ഓക്കെ, നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ അത് എത്രത്തോളം കഴിക്കണം, എങ്ങനെ കഴിക്കണം, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. പിന്നെ വാട്ടർ, നല്ല പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ. അതിപ്പോ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കണം. കുട്ടികൾക്ക് നല്ല പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, അവർക്ക്
കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും അവിടെ വെള്ളമുണ്ട് എന്നുള്ളൊരു ഉറപ്പ് വേണം. ഫ്രഷ് എയർ, പിന്നെ പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, റിക്രിയേഷൻ, സ്ലീപ്പ്. അതായത് നമുക്ക് റെസ്റ്റിനുള്ള ടൈം വേണം, അതുപോലെ തന്നെ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണം, പിന്നെ ചില വിനോദങ്ങൾ, റിക്രിയേഷൻ അല്ലെ, അത് ഇപ്പൊ സ്കൂളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, മ്യൂസിക്, ഡാൻസ്, ചെസ്, സ്കേറ്റിംഗ്, അങ്ങനെ പലതും. പിന്നെ സ്ലീപ്പ്, ആവശ്യത്തിനുള്ള ഉറക്കവും കിട്ടണം. അതെല്ലാം ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതിന്റെ എല്ലാം ദൂഷ്യഫലങ്ങൾ, ഡ്രഗ്സ്, അതൊക്കെ ഒരു ഈവിൾ എഫക്റ്റ് ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അഡോളസെന്റ് ആ ഒരു ഏജിലാകുമ്പോൾ അവർക്കറിയാം ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ അറിയാം. നമ്മൾ അതിനൊരു വലിയൊരു ലെക്ചർ ക്ലാസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവരെ അത് നല്ല രീതിയിൽ അവരുടെ മനസ്സിലാക്കുന്ന രീതിയിൽ, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. ചുമ്മാ ഇതിന്റെ ലെക്ചർ നമ്മൾ കൊടുത്താൽ അവർ ഇതിന്റെ മൈനസ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് അതിന്റെ ഒരു രസം. സൊസൈറ്റിക്ക് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അൺസോഷ്യബിൾ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ്, അങ്ങനെ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് ചേരാത്ത രീതിയിലുള്ള സംസാരമാണെങ്കിൽ പോലും അതും അൺഹെൽത്തി തന്നെയാണ്. പിന്നെ പല അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ, ഇപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര അവയർനെസ്. മഴക്കാലത്ത് പല ടൈപ്പ് പനി, ഫ്ലൂ ഒക്കെ ഉണ്ടാകാനും സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പല അസുഖങ്ങൾ വരുന്നതിന്റെ കോസസ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യണം, അത് മഴക്കാലത്ത് നമ്മളുടെ അപ്പൊ ഫുഡ് ഹാബിറ്റ്സ് പതുക്കെ ആൾക്കാർ മാറ്റും, സൂപ്പ് അങ്ങനെയുള്ള രീതിയിലുള്ള പലതും കഴിക്കും. അപ്പോൾ അസുഖങ്ങളെ കുറിച്ചുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കണം, അതിനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ്. ഡൊമസ്റ്റിക്, അതായത് വീട്ടിലെ ഹോം, ഇന്റേണൽ, നമ്മുടെ വീടിനകത്തെ ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ. കുറെ വീടുകൾ ചേരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ, അപ്പൊ സറൗണ്ടിങ്സ്, കമ്മ്യൂണിറ്റിയുടെ ഹൈജീൻ, സെക്സ് ഹൈജീൻ. അത് നമ്മൾ ഈ ഒരു ചെറിയ ഏജിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല, കുറച്ചുകൂടെ കൗമാരം, യൗവനം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് സെക്സ് ഹൈജീൻ. കാരണം ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് പോയി അവസാനം അത് ഹൈജീൻ ഇല്ലാത്ത സെക്ഷൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. പിന്നെ ഫസ്റ്റ് എയ്ഡ്, വീടുകളിലൊക്കെ എന്തായാലും കാണും. പിന്നെ കുട്ടികളൊക്കെ എപ്പോഴും വീണ് മുറിയും, കൈ പൊള്ളും, കാല് പൊള്ളും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവില്ലേ. അപ്പൊ ഫസ്റ്റ് എയ്ഡ്, അങ്ങനെ നമ്മളുടെ ഒരു വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലെന്തെല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം വരും. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളിപ്പോ സ്കൂളിൽ കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളുടെ ചെറിയ മക്കൾക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലുള്ള ക്ലാസ്സോ അവയർനെസ്സോ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ വീട്ടിൽ വന്ന് അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ. സോ അവർക്ക് കിട്ടുന്നത് അവർ വീട്ടിൽ അറിയിക്കുന്നു, അങ്ങനെ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയിൽ ആ മെസ്സേജ് പാസ് ചെയ്യുന്നു. അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് സ്കൂൾ ലൈഫിൽ കൊടുക്കാം, പേഴ്സണൽ ലൈഫിൽ കൊടുക്കാം, കമ്മ്യൂണിറ്റി ലൈഫിൽ കൊടുക്കാം. വീട്ടിലെന്ന് പറയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ എന്ന് പറയുന്നത് വീട്ടിലെ കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ്, ചേട്ടനും ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവരെല്ലാം അവരെല്ലാം ഒരു മീഡിയമാണ് കുട്ടിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു മീഡിയം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. മനസ്സിലായോ? നാലാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരോ മാം? Cause of various illness and means of their prevention. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ പലതരം അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കും അല്ലെ. അങ്ങനെ അസുഖങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, റീസൺസ് പറഞ്ഞു കൊടുക്കും. അതിന്റെ ഒപ്പം തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ളത്. കോവിഡ് ഒക്കെ ആയ സമയത്ത് നമുക്ക് കുറെ ഇൻഫർമേഷൻ, അവയർനെസ്, വീഡിയോസ്, അല്ലാതെ ഓരോരോ കാര്യങ്ങളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇത് കുറെ ഇൻസ്ട്രക്ഷൻസും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാസ്ക് ഉപയോഗിക്കണം, ആളുകളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, എന്തെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ അത് ക്ലീൻ ചെയ്യുകയും വേണം, നമ്മളും അത് വൃത്തിയാക്കണം, നമ്മൾ കുളിക്കണം, നമ്മുടെ ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്യണം. കോവിഡിന്റെ ആ പീക്ക് ടൈമില് കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിയിരുന്നു. ഓരോ അസുഖങ്ങൾ വരുന്നതിനുള്ള കാരണങ്ങൾ, നിപ്പ
അങ്ങനെയുള്ളത്, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതും. കുഞ്ഞുങ്ങളുടെ കേസിലാണെങ്കിൽ നമ്മൾക്കറിയാം അവർക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, വാക്സിനേഷൻ അല്ലെ, മിക്കവരും എടുക്കാറുണ്ട് വാക്സിനേഷൻ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്, പല അസുഖങ്ങളും വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ. പക്ഷെ എന്നാലും പലപ്പോഴും ചില അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എന്റെ മോന് മംസിന്റെ പ്രിവെന്റീവ് വാക്സിനേഷൻ MMR വാക്സിൻ ആയിരുന്നു അന്ന്. മംസ്, മീസിൽസ്, റുബല്ല ഇതിന് 3 കൂടി ഉള്ളതായിരുന്നു. ഇവന് പക്ഷെ മംസ് വന്നു. ഉണ്ടിനീര് എന്ന് പറയില്ലേ, അപ്പൊ അതിങ്ങനെ ഇങ്ങനെ വീഴ്ത്ത് വരുന്നത്. അപ്പൊ അത് വന്നപ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇവന് ഇതിന്റെ വാക്സിനേഷൻ എടുത്തതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കുട്ടിക്ക് മംസ് വന്നതെന്ന് ചോദിച്ചു. ഡോക്ടർ പറയുന്നത് വാക്സിനേഷൻ എടുത്താലും 1000-ൽ ഒരാൾക്ക് വരാം എന്നിങ്ങനെ പറഞ്ഞു. പലപ്പോഴും അതിന്റെ കോഴ്സ് പലതായിരിക്കാം എന്നൊക്കെ ഡോക്ടർ അന്നിങ്ങനെ പറഞ്ഞു. നമ്മൾ പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വാക്സിനേഷൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ മഴക്കാലം വരുമ്പോ മഴക്കാല രോഗങ്ങൾ എന്നും പറഞ്ഞിട്ടൊരു സെഷൻ തന്നെയുണ്ട്. ആ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ, അതും ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും, പ്രിവെന്റ് ചെയ്യും. ഇതാണ് പലതരം അസുഖങ്ങൾ വരുന്നതിന്റെ കാരണങ്ങൾ, അവയർനെസ് കൊടുക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അത് വീട്ടിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്നു, സ്കൂളിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്നു, കുട്ടി ഇടപെടുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചേട്ടന്മാര്, ചേച്ചിമാര്, ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെയുള്ള രീതിയിലും എല്ലാ കുട്ടികൾക്ക് ഈ അവയർനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ ആസ് എ ടീച്ചർ, നമ്മൾ നാളെ ഒരു ടീച്ചറായിട്ട് പോവുകയാണെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ദം the awareness about health. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ആയിരിക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കോപ്പ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാമോ? We have 2 paragraphs, 2 paragraphs ഉണ്ട്. നിങ്ങൾ ഒന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യും, ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടില്ല ആരെങ്കിലും. ഞാൻ വായിക്കാം മിസ്. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It is expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Next one, vaikanam. Health cannot be achieved simply by taking 1 or 2 pills every day. Not by observing, applying this knowledge is everyday life. The care of the body regarding food, cleanliness, exercise, protection against diseases are essential for the avoidance of sound. Points, Michael? Okay, so importance of health education. അത് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. എന്താ തമ്മിലുള്ള ഡിഫറൻസ്? ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. എന്താ ഹാബിറ്റ്, എന്താ ബിഹേവിയർ? ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ശീലം, നമുക്ക് ഡെയിലി ചെയ്യുന്ന ഒരു നമ്മുടെ ശീലം എന്ന് പറയാം. ശീലങ്ങളും പെരുമാറ്റങ്ങളും. സ്മോക്കിംഗ് ഒരാളെ സംബന്ധിച്ച് അതൊരു ഹാബിറ്റ് ആണല്ലേ. റൊട്ടീൻ ആയിട്ട് ചെയ്യുന്നത്, അയാൾക്ക് അത് നിർത്തുന്നില്ല, അയാൾ നിർത്തുന്നവരെ അത് അയാളുടെ ഒരു ഹാബിറ്റ് ആണ്. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം അയാൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് സ്മോക്കിംഗ് അല്ലെ. സോ ബിഹേവിയറോ നമ്മളെല്ലാ സമയത്തും ഒരേപോലെയാണോ? അല്ല, പെരുമാറ്റം, വ്യത്യസ്ത പെരുമാറ്റം.
ക്ലാസ് റൂമിൽ നമ്മൾ എല്ലാവരും ഇരിക്കുന്നു, ഇവിടെ നമ്മളൊരു പെരുമാറ്റം, നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് വേറൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും ഓഫീസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, അവിടെ നമ്മുടെ മുകളിലുള്ള ബോസ് ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അല്ലെ. അത് ശരിക്കും ആ ഒരു ആളുടെ ക്യാരക്ടറിനെയാണ് ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത്. ഹാബിറ്റും ബിഹേവിയറും ഒരാളുടെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. വീട്ടിൽ പോലെ ആയിരിക്കില്ല ഓഫീസില്, കുട്ടികള് വീട്ടിലെ പോലെ ആയിരിക്കില്ല സ്കൂളില് അല്ലെ. വീട്ടിലൊരു സ്വഭാവം വീട്ടിലും സ്കൂളിൽ വേറെ ഒന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. നമ്മൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ഷൻസ് ആണ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ ആക്ഷൻസ്. നമുക്കൊരു ഗ്രീഫ്, ഒരു ദുഃഖം, നമുക്കൊരു ലോസ് സംഭവിക്കുന്നു, അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അതും ബിഹേവിയറിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഹൗ വി ക്യാൻ മാനേജ് ദാറ്റ് സ്ട്രെസ്, ആ ഒരു സ്ട്രെസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബിഹേവിയർ, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ക്യാരക്ടർ. ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ക്യാരക്ടറിന്റെ രണ്ട് ഫേസസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സംടൈംസ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ഹെൽത്തി ഹാബിറ്റ്സ് അത് ശരിക്കും വേണ്ടതാണ് അല്ലെ. ലൈഫ് നമ്മൾക്ക് വേണ്ടതാണ് ഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ളത്. ദാറ്റ് ഇസ് കമ്പൽസറി. ആ ഒരു സിറ്റുവേഷനിൽ അത് കമ്പൽസറിയാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ചൈൽഡ്ഹുഡിൽ കുട്ടി കുഞ്ഞായി വളർന്ന് അഡൾട്ട് ആകുന്നു അല്ലെ, അഡൾട്ട്ഹുഡിലേക്ക് കടക്കും. അപ്പോ ചെറുപ്പത്തിൽ അവന് എന്തെല്ലാം അവയർനെസ് കിട്ടി, ഏതൊക്കെ രീതിയിൽ അവനെ എഡ്യൂക്കേറ്റ് ചെയ്തു, ഏതെല്ലാം ഫീൽഡിൽ എഡ്യൂക്കേറ്റ് ചെയ്തു, അതെല്ലാം അവന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒപ്പം വളർന്ന് അവൻ അഡൾട്ട്ഹുഡിലേക്ക് എത്തി. ഇങ്ങനെ കറക്റ്റ് ഏജില് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, വളരാൻ ആവശ്യമുള്ള ഫാക്ടേഴ്സ്, അത് ശാരീരികമായി വളരാനും മാനസികമായിട്ടും വൈകാരികമായിട്ടും വളരാൻ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജ് ശരിയായ രീതിയിൽ എല്ലാ ഫാക്ടേഴ്സും അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവൻ അഡൾട്ട് ആവുമ്പോഴേക്കും നമുക്ക് ഒരു ടെൻഷനും ഇല്ല, അവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അധികം സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവൻ മാറുക. അപ്പോ കുട്ടികൾ ചെറുപ്പത്തിൽ ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്, അത് അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ കതിരിന്മേൽ പോയി വളം വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ? വലുതായിട്ട് നന്നാക്കാൻ നോക്കിയാൽ നടക്കൂ. ചെറുപ്പത്തിലെ, അത് മാനസികമായാലും ശരി ശാരീരികമായാലും ശരി, ആ ഒരു ചെറിയ ഏജിലെ അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കേട്ടിട്ടില്ലേ? അനുകൂലമായ സാഹചര്യത്തിലെ ഏത് വിത്തും മുളയ്ക്കുകയുള്ളൂ, പൂക്കുകയുള്ളൂ, പുഷ്പിക്കുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യവും. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. നമുക്കും കുട്ടികളുണ്ട്, നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ട്. മേ ബി അവരിത്തിരി വളർന്നിട്ടുണ്ടാവും, ബട്ട് വൈകിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കാൻ നമ്മൾ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ചാൻസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്യാം കുഞ്ഞുങ്ങളുടെ ഏജിനനുസരിച്ച്. ഓക്കെ, സോ അപ്പൊ ഇത് അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ പെരുമാറ്റം, ക്യാരക്ടർ എല്ലാം ബിൽഡ് ചെയ്യും ഏത് ഹാബിറ്റ്സും ബിഹേവിയറും എല്ലാം. പിന്നെ സ്കൂളിന്റെ ഹെൽപ്പ് ഇല്ലാതെ പലപ്പോഴും നമ്മളുടെ കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യില്ല. പല ചെറിയ പല പ്രശ്നങ്ങളും ശരിയായി വരുന്നത് പലപ്പോഴും സ്കൂളിലാണ്. ഒരു കൂടുതൽ സമയവും അവർ ഉണർന്നിരിക്കുന്നത് സ്കൂളിലാണല്ലോ. വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം, കളി, പിന്നെ എന്തെങ്കിലും പഠിക്കാണെങ്കിൽ പഠിക്കുന്നു, പിന്നെ അങ്ങ് ഉറങ്ങുന്നു. അവര് അത്രയും മണിക്കൂറുകൾ ആക്റ്റീവായിട്ട് ലൈവായിട്ടിരിക്കുന്ന സ്കൂളുകളിലാണ്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ സ്കൂളുകളിൽ ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ, അത് ഏറ്റവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ. സോ അവിടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. PG ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ ഇല്ല. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്സ്, അത് ഈ ചെറിയ കുഞ്ഞു ബേബീസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്.
അല്ലെ? അവിടെ നമ്മൾ നന്നാക്കാനോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിക്കും. നമ്മുടെ ഓരോ ഏജിനനുസരിച്ചിട്ടും കുട്ടികളുടെ ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അതെ. അപ്പൊ നമ്മള് ഇപ്പോ എത്ര നല്ല ക്യാരക്ടറായിട്ട് അവരെ വളർത്തി വലുതാക്കിയാലും അവരെ സ്കൂളത്തെ സാഹചര്യങ്ങൾ, അവര് പുറത്തിറങ്ങിയിട്ടുള്ള സിറ്റുവേഷൻസ്, കാര്യങ്ങളൊക്കെ അവരെ ക്യാരക്ടറിനെ ബാധിക്കൂല. അതൊക്കെ എത്ര ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മള് ചൊട്ടയിലെ ശീലം ചടല വരെ എന്നാ പറയാ. പക്ഷെ ചെറുതിലെ നമ്മൾ നല്ല ശീലങ്ങൾ കൊടുത്താൽ പോലും അവര് വേറെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കാന് ഹോസ്റ്റലില് അങ്ങനെയൊക്കെ പോയി നിൽക്കുന്ന മക്കളൊക്കെ ഒരുപാട് അവരെ ഒരു ബാഡ് ഹാബിറ്റും കാര്യങ്ങളും എല്ലാം അവർക്ക് വരുന്നുണ്ടല്ലോ, ബാഡ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അതെങ്ങനെ അവരെ ചേഞ്ച് ഒക്കെ എടുത്താലും അത് മാറ്റാൻ പറ്റണില്ലല്ലോ അവർക്ക്. ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നമ്മള് പലപ്പോഴും നമ്മളുടെ റോള്, ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മളുടെ റോള്, അമ്മയുടെ റോള്, പാരന്റ്സിന്റെ ഒരു റോൾ ഉണ്ട് അല്ലെ? അതുപോലെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരിക്കാം, സിബ്ലിങ്സ് ഉണ്ടായിരിക്കാം. നമ്മള് കുട്ടീനെ ഈ പറയുന്ന, അതായത് ഇവൻ പുറത്തു പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാണ്, ബട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ചില വാല്യൂസ് ഉണ്ടാവുമല്ലോ, ചില ട്രഡീഷൻസ് ഇവർ ഫോളോ ചെയ്യും. ഇവര് ഡീവിയേറ്റഡ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഒരു ഓപ്പൺനെസ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഓപ്പൺ അപ്പ് ആകും. അവർ പറയും, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കൺഫസ് ചെയ്യും. അത് നമ്മളും കുട്ടികളും തമ്മിലുള്ള ആ റാപ്പോ ആണ്, ആ ഒരു ബോണ്ടിങ്, നമ്മൾ അവരുമായിട്ട് ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. ഒരു സ്ട്രിക്ട് പാരന്റ് അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ പലപ്പോഴും നമ്മൾ കേൾക്കാതിരിക്കുക, കേൾക്കാനുള്ള സമയം നമ്മൾ സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവര് ഹൈഡ് ചെയ്യാറില്ല. പൊതുവെ അവരെല്ലാം തുറന്നു പറയും. എപ്പോഴെങ്കിലും അവർ കൺഫസ് ചെയ്യും. അവർക്കും ഒരു മനസ്സുണ്ടല്ലോ. മേ ബി ഗിൽറ്റി ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇങ്ങനെ ഒരു ഭാഗം എനിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്കിടെ തെറ്റ് പറ്റി. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ +1 പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഡ്രങ്കാർഡാണ്, കുടിച്ചിട്ട് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു. ഇവൻ ചെറുപ്പം മുതലേ കണ്ടു വളരുന്നത് ഈ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നന്മയുണ്ട്. എല്ലാ മക്കളിലും ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോ ഇവൻ പതുക്കെ പതുക്കെ ഡ്രഗ്സിലേക്ക് പോവുകയാണ്. ഇവൻ അതിന്റെ കരിയർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവന് പൈസ വേണം. ഫാമിലി വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ആണ്. കിട്ടുന്ന മുഴുവൻ അച്ഛൻ കുടിച്ച് നശിപ്പിക്കുവാണല്ലോ. സോ ഇവന് അങ്ങനെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കാശ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഇവൻ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങും ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായി. അപ്പൊ ഇവൻ നിന്ന് കരയുക. ഇവൻ ഇതിൽ നിന്ന് ഇറങ്ങി വരണം എന്നുണ്ട്, പക്ഷെ ഇവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരണം എന്നുണ്ട്, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിലാരും ഇല്ല. ഇവന് അങ്ങനെ ഒരു ഫ്രണ്ട്സും ഇല്ല. വലിയ അഡൽട്സുമായിട്ടാണ് ഇവന്റെ കമ്പനി. അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അവരിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് അവൻ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവന്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയത് അവനെ അങ്ങനെയാക്കി. ഇനി വേറൊരു കേസസ് ഉണ്ടാവാം. വീട്ടില് അച്ഛനെ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്നും പറഞ്ഞു ചില മക്കള് വളരും. ഞാൻ ഇങ്ങനെ ആവില്ല എന്ന് പറഞ്ഞിട്ട് വളരുന്ന മക്കളും ഉണ്ട്. രണ്ട് കേസസ് സംഭവിക്കാം. അത് കുട്ടിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവൻ ഇമോഷണലി സ്കൂളിലെ സാഹചര്യങ്ങളും കുട്ടികളെ സ്വഭാവവും ഇതെല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെയും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാല് കുട്ടികളോട് ഇന്ന് എന്ത് സംഭവിച്ചു, ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിച്ചു എന്നെല്ലാം ആ കുട്ടിയോട് ചോദിക്കണം. എന്റെ മോനെല്ലാം വന്നിട്ട് വീട്ടിൽ നിന്ന് പറയുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അവന് സ്കൂളിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ വന്നിട്ട് സ്ഥിരം എല്ലാവരും രക്ഷിതാക്കളും മക്കളോട് ചോദിക്കണം, ഇന്ന് എന്ത് ക്ലാസ് എടുത്തു, എന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എല്ലാം ഡിസ്കസ് ചെയ്യണം കുട്ടികളുമായിട്ട്. എന്നെങ്കിലും അവരെ കുറിച്ച് നമുക്ക് എല്ലാ കുട്ടികളും വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയണമെന്നില്ല. അപ്പൊ സ്കൂളിൽ ഉണ്ടാവുന്ന ആ ഒരു പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥ പിള്ളേർക്ക് വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടാവുന്നുണ്ട്. അതെ അതെ. നമ്മള് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണല്ലേ. വീട്ടില് 4 പേരുണ്ടെങ്കിൽ 6 മൊബൈലെങ്കിലും വീട്ടിൽ കാണും. പിന്നെ അതുകൂടാതെ ഐപാഡെന്നോ ടാബെന്നോ ലാപ്ടോപ്പോ എന്തെങ്കിലുമൊക്കെ ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ടാവും വീട്ടില്. കുട്ടി വരുമ്പം അമ്മ ഒരു ഭാഗത്ത് മൊബൈലുമായിട്ടിരിക്കുന്നു, അച്ഛൻ വേറൊരു ഭാഗത്ത് മൊബൈലായിട്ടിരിക്കുന്നു. കുട്ടി എന്തെങ്കിലും പറയാൻ വന്നായിരിക്കേ അവര് ബിസിയാ എന്ന് പറയണ്ട. അടുത്ത ദിവസം കുട്ടി വരുന്നു, സെയിം കാഴ്ച കാണുന്നു.
മൂന്നാമത്തെ ദിവസം കുട്ടി പറയാനായിട്ട് വരുന്നു, സെയിം കാഴ്ച കാണും. നാലാമത്തെ ദിവസം കുട്ടി വിചാരിക്കും പറയണ്ട, കാരണം അവര് ബിസിയാണല്ലോ. അപ്പൊ കുട്ടി വേറെ വല്ല മാർഗം തേടി പോകും. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. സോ നമ്മൾ അവരെ കേൾക്കാനും അതിനുള്ളൊരു സ്പേസും ഒരു ടൈമും പ്രൊവൈഡ് ചെയ്ത്, അവിടെ ഒരു കോമ്പറ്റീഷൻ അച്ഛനും അമ്മയും കൂടെ വേണ്ട. നിങ്ങൾക്ക് ചോദിച്ചുകൂടെ, നിങ്ങൾക്ക് കേട്ടൂടെ, നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്നായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അമ്മ ചിന്തിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അച്ഛനും ചിന്തിക്കണം. ഡെഫിനറ്റ്ലി രണ്ടുപേരും ഇവരോട് സംസാരിക്കണം. ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പം അവൻ എന്തോ തെറ്റ് ചെയ്ത പോലെ നമ്മൾ അവനെ ശാസിക്കുന്നു, അവനെ ഒരു കൾപ്രിറ്റിനെ പോലെ പെരുമാറുമ്പോഴേക്കും പിന്നീട് അവൻ പറയാൻ പഠിക്കും. സോ പിന്നെ അവനൊരു ഇൻഫീരിയർ ഫീൽ ആയിരിക്കും. ഞാൻ ഐ എം നോട്ട് ഗുഡ്, ഞാൻ ചെയ്യുന്നതൊക്കെ മണ്ടത്തരായി പോകും, ഞാൻ ചെയ്യുന്നതൊക്കെ പൊട്ടത്തരായി പോകും എന്നുള്ള ഒരു അങ്ങനെയാവുമ്പോ അവര് വീട്ടിൽ വന്നിട്ട് ഇപ്പോ വേറെ മറ്റുള്ളൊരു തെറ്റ് ചെയ്താലും ഇവ ഇതിൽ ഇൻക്ലൂഡ് ആണെങ്കിൽ പോലും നമ്മൾ അവന്റെ അടുത്ത് തെറ്റുണ്ട് പറഞ്ഞാ പിന്നെ അവൻ ചെയ്ത തെറ്റ് പോലും നമ്മുടെ അടുത്ത് പറയാത്തൊരു കണ്ടീഷൻ വരും. ഹൈഡ് ചെയ്യാൻ തുടങ്ങും. ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്റെ ഒരു ഫ്രണ്ട് നമ്മള് ചെറുപ്പത്തിലേ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയെങ്കിൽ അവര് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ദിവസം വന്നിട്ട് കാര്യങ്ങൾ പറയും. അമ്മ ഇന്ന് ചോദിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് എന്തായാലും അവര് മക്കള് നമ്മളോട് പറയാൻ സാധ്യതയുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് എല്ലാ മക്കളും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ സ്വാഭാവികമായി ചെറുപ്പം തൊട്ടേ അവരെ അങ്ങനെ ശീലിപ്പിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യണം, ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിള്ളേർ ഓട്ടോമാറ്റിക്കലായി നമ്മളോട് എല്ലാ കാര്യങ്ങളും വന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. സോ അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ്. ഇപ്പൊ സ്കൂളുകളിലെയും എന്താ പറയുക, മെന്റൽ ഹെൽത്ത് ഭയങ്കര, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വരുമ്പോ അത് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഭയങ്കര പ്രശ്നമാണ് അല്ലെ കുട്ടികളില്. അവര് ത്രട്ടൻ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നു, ഭയങ്കര വയലന്റ് ആകുന്നു. എവിടെയൊക്കെയോ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ചൈൽഡ്ഹുഡിലാകാം അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. മെന്റൽ ഹെൽത്ത്, അവരുടെ മാനസികാരോഗ്യം പലപ്പോഴും ഇപ്പൊ ലോ ലെവലിലേക്കാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ 3 ലെവൽസിലാണ് പ്രോഗ്രാമിന്റെ സെഷൻസ് പോകുന്നത്. കുട്ടികളില്, പാരന്റ്സിന്, ടീച്ചേഴ്സിന്. ഈ 3 സ്ഥലങ്ങളിലും ഇത് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് യഥാർത്ഥ സപ്പോർട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതിന്റെ ഒരു മോനേ ഉള്ളൂ കേട്ടോ, +2 പഠിക്കും. ഈ ഫ്രണ്ട് പറയണ എന്നോടാണ് കൂടുതൽ അടുപ്പം, അമ്മയോട് എല്ലാം വന്ന് പറയും, എല്ലാ കാര്യങ്ങളും പറയും ക്ലാസ്സിലെന്ന്. 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ കൊച്ചൊന്നും പറയാതായി, ഹൈഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്നോടൊന്നും പറയുന്നില്ല. ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ചോദിക്കുന്ന പോലും ഇഷ്ടമല്ല പറയാൻ, ഷെയർ ചെയ്യാൻ. ഇവിടെ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഭയങ്കരമായിട്ട് ഈ സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാ. കുറെ സോഷ്യൽ ഫങ്ഷൻസ്, ഫ്രണ്ട്സുമായിട്ട് പാർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിരുന്നപ്പോ ഇവൻ കൂടെ ചെല്ലുമായിരുന്നു. പിന്നെ അവൻ ഒരു ഓഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരിക്കാം, ഇവൻ അവരുടെ കൂടെ ചെല്ലാതായി. അപ്പൊ അച്ഛനും അമ്മയും എന്നും ഇവനെ ഇങ്ങനെ പുറത്തു പോകില്ല, ഫ്രണ്ട്സിനെ കാണാനും പാർട്ടികളും ഒക്കെ ആയിട്ട് അവന്. അപ്പൊ കുട്ടി അങ്ങ് ഒതുങ്ങിപ്പോയി. അപ്പം അവൻ നോക്കുമ്പോൾ ഇവർ ഈവനിങ് എന്നും ബിസി ആണല്ലോ, ഇവരിങ്ങനെ പോവുകയാണ്. അവര് പറയണത് ഞങ്ങൾ അവനെ മൂവിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് മനസ്സിന്റെയുമായി മൂവിക്ക് അവരെല്ലാരും കൂടെ പോകും. പക്ഷെ ഈവനിങ് ഇവൻ വന്നു കഴിയുമ്പോൾ ഇവര് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. സോ പിന്നെ ഇവന്റെ കാര്യങ്ങളൊന്നും ഓരോട് ഷെയർ ചെയ്യാതായി. അപ്പൊ ആ ഒരു അമ്മയുടെ പരാതി അതായിരുന്നു, ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഹൈഡ് ചെയ്യുന്നു. ബട്ട് അവിടെ ഒരു ചേഞ്ച് വന്നപ്പോഴാണ് കുട്ടി ഹൈഡ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ മക്കളിലും പോസിറ്റീവ്സ് ഉണ്ട്. നമ്മള് അത് ചില സമയത്ത് നമ്മളും സ്ട്രെസ്സിലായി പോകും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ബട്ട് എപ്പോഴും ആലോചിക്കുക, മൈന്യൂട്ടാണത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അവരുമായിട്ടുള്ള റിലേഷൻ ഏറ്റവും സ്ട്രോങ് ആക്കുക മക്കളുമായിട്ട്. ഇപ്പൊ ടീച്ചറും കുട്ടികളും ആകുമ്പോഴും അവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവര് വേറൊരു രീതിയിൽ പോകും, അല്ലെങ്കിൽ അവര് ഒന്ന് കൺഫ്യൂസ് ചെയ്യും. ഡെഫിനറ്റ്ലി ആ ടീച്ചറോട് പറയാനുള്ള സ്പേസ് അവനുണ്ടെങ്കിൽ അവൻ ഡെഫിനറ്റ്ലി വന്ന് കൺഫ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത്, ചിലര് മെഡിസിൻ സപ്ലിമെന്റ്സ് കഴിച്ച് എനിക്ക് ആരോഗ്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള പിൽസ് എടുത്തത് കൊണ്ട് ഹെൽത്തി ആവണമെന്നില്ല. പിന്നെ ഈ കിട്ടിയ നോളജ്, അതായത് ഇപ്പൊ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അവയർനെസ് കിട്ടുന്നു, അത് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം.
അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പൂർണ്ണ ബോധം വരണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, ഹെൽത്ത് നിങ്ങൾക്കുണ്ട് ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന്റെ സ്കോപ്പ്, ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഹെൽത്തിൽ മാറ്റം വരുന്നത്. അതേസമയം പഠിക്കാൻ വേണ്ടിയിട്ടും എക്സാം എഴുതാൻ വേണ്ടിയിട്ടും നമ്മളത് കാണാതെ പഠിച്ചു, പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞു, അതല്ല, നമ്മളിത് അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ലൈഫിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ഹെൽത്തിന് ചേഞ്ചസ് വരുന്നത്. നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. അത് ഫുഡ് ആണെങ്കിലും ക്ലീൻലിനെസ്, നമ്മളെ ഹാം ചെയ്യുന്ന ഒന്നും നമ്മൾ അകത്തേക്ക് എടുക്കണം. നമുക്കറിയാലോ, നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ നമ്മളുടെ അമ്മ ഒരു വാട്ടർ ബോട്ടിൽ തിളപ്പിച്ചാറിയ, ചിലപ്പോൾ ജീരകവെള്ളമായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം തന്നുവിടും. അന്നൊക്കെ സ്കൂളുകളിൽ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി എന്റെ ചെറുപ്പത്തിൽ കേട്ടോ വളരെ കുറവാണ്. ഇപ്പൊ വാട്ടർ ബോട്ടിൽ നിറച്ചു തരും. എന്തുകൊണ്ടാണ്? നമ്മൾ പുറത്തുനിന്ന് മോശമായ വെള്ളം നമ്മുടെ അകത്തേക്ക് പോവാതിരിക്കാൻ, അല്ലെ? നല്ല ഭക്ഷണവും തന്നുവിടും. നമ്മൾ നല്ല ഭക്ഷണം, ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത ഭക്ഷണമായിരിക്കും തന്നുവിടുന്നത്, വീട്ടിലുണ്ടാക്കിയത്, അങ്ങനെ എല്ലാം തന്നുവിടും. സോ അത് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് അസുഖങ്ങൾ വരരുത്, നമ്മൾ മോശമൊന്നും കഴിക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക്, അപ്പൊ കുട്ടികളുള്ളവരാണെങ്കിൽ സ്കൂളിൽ വിടുമ്പോൾ ഇതുപോലെ തന്നെ അവരുടെ വാട്ടർ ബോട്ടിലെ വെള്ളം കൊടുക്കും. സ്കൂൾ അതോറിറ്റീസും നല്ല ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട്? മോശമായത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നു. അപ്പൊ മനസ്സും, നമ്മളെ ഹാം ചെയ്യുന്ന രീതിയിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ മെന്റൽ ഹെൽത്ത്, അല്ലെ? സോ നമ്മളും നമ്മുടെ മനസ്സിലേക്കും നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. നമ്മുടെ മനസ്സിനെ ഹാം ചെയ്യുന്നത് നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കും. സോ മെന്റൽ ഹെൽത്ത് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മെന്റൽ ഹെൽത്തിന്റെ പോർഷൻ ഞാൻ തന്നെ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. സോ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും നമ്മൾ കുട്ടികളിൽ കാണുന്ന അവരുടെ ഹാബിറ്റ്സ്, ബിഹേവിയർ, അത് അവരുടെ ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. സോ നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നവർ അവരുടെ അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ അവരത് കീപ്പ് ചെയ്യും. ആ ഹാബിറ്റ്സ് അവർക്കറിയാം. സ്വന്തം ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. ഓരോരുത്തരും അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം അവകാശമാണ്. സോ അതിനെ ഹാം ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം, ആ ഒരു അവയർനെസ് കുഞ്ഞുങ്ങളിൽ തുടക്കം വരെ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സോ നമുക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ അത് ശരിയാക്കും. ഓക്കെ, നമ്മള് കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും ഈ ഒരു പ്രോഗ്രാം ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാം കൂടെ കൂടിയിട്ട് ഇതുപോലുള്ള സെഷൻസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലൊക്കെ വരുവാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഓൾസോ ജോയിൻ. ഓക്കെ, അങ്ങനെ കുറച്ച് ചെറിയ ഓരോ സ്ഥലങ്ങളിലായിട്ട് കൊടുത്ത് അവസാനം ഒരു ഫുൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു മെസ്സേജ് സ്പ്രെഡ് ആവുകയാണല്ലോ. ഓക്കെ, ബാക്കി ഇനി എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നല്ലതാണ്. ഓക്കെ, സോ അതായിരുന്നു ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, മാം, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് രണ്ടാൾ കോർഡിനേറ്റ് ചെയ്തൊന്ന് ചെയ്യാൻ പറ്റുമോ? നോട്ട്സും കാര്യങ്ങളൊക്കെ. അത് നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോം ആണ്, ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇനീഷ്യേറ്റ് എടുത്ത് ചെയ്യൂ. അതന്നെ, അവര് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതില്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ആവുമല്ലോ. മ്യൂച്വൽ സപ്പോർട്ടും മ്യൂച്വൽ ഹെൽപ്പും. എന്താ പറഞ്ഞത്? ഞാൻ ലൈറ്റ് ജോയിൻ ആയത്. എന്താ വാട്സപ്പ് ഗ്രൂപ്പിന് കാര്യം പറഞ്ഞത്? ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതെ മാം, നമുക്ക് തുടങ്ങാം. ക്ലാസ് റൂം ആയിട്ടില്ല മാം, അതില് തുടങ്ങിയാൽ മതി. അതില് എല്ലാവരുടെ കോൺടാക്ട് നമ്പേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കാമോ? അല്ല, അത് ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ലേ. അതിന് നമ്പർ കിട്ടുമെങ്കിൽ യു പീപ്പിൾ ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് വൺ. നിങ്ങൾ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. അതെ മാം, എല്ലാവരുടെ നമ്പർ അങ്ങനെ നമ്മൾ ചോദിക്കാല്ലേ. ഈ ഗ്രൂപ്പ് ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ പിന്നെ എല്ലാവരും ലെഫ്റ്റ് ആവാലോ. അപ്പൊ ഇവരെ എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഗ്രൂപ്പ് ആക്കണമെന്നെങ്കിൽ ക്ലാസ് റൂമിന്റെ ജസ്റ്റ് ഷെയർ ഇൻ ദ ചാറ്റ് ബോക്സ്. ആ നമ്പറിലേക്ക് എല്ലാരും നമ്പർ അയച്ചു കൊടുക്കുക, ആയി കൊടുക്കുക. ഗ്രൂപ്പ് ഉണ്ടല്ലോ,
അത് ഒഫീഷ്യൽ അതല്ല അല്ലേ? സെപ്പറേറ്റ് ഒഫീഷ്യൽ തുടങ്ങാന്നല്ലേ ഗ്രൂപ്പ് മിസ് ആണ്. പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നമ്മളെ നമ്പർ ഒഫീഷ്യൽ എല്ലാവർക്കും തുടങ്ങാം. വേറെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനല്ലേ? വേറെ ഞാൻ പറഞ്ഞിലേക്ക് അവര് കമ്മിറ്റി ഫോം ചെയ്ത് ഒരാഴ്ച ഒരു 2 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ടിരിക്കണം. അവര് ഓരോ ദിവസവും ആരാണ് പ്രെയർ ചെയ്യേണ്ടതെന്നുള്ളത് അവരെ അറിയിക്കുക. തോട്ട് ഓഫ് ദ ഡേ ആര് ചെയ്യണം എന്നുള്ളത് അവരെ അറിയിക്കുക. 2 പേര് സൈൻ ഇൻ ചെയ്യണം. 2 പേര് ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് താങ്ക് യു പറഞ്ഞ് എല്ലാവർക്കും ബൈ പറഞ്ഞു പോകണം. സോ അതാണ് ഫസ്റ്റ് പ്രെയർ, ദെൻ തോട്ട് ഓഫ് ദ ഡേ, ദെൻ 2 പേര് വന്ന് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ ശരിക്കും വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടേതായ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ എടുക്കാം. ഭരതനാട്യം, കഥകളിയോ, മോഹിനിയാട്ടോ, ഒപ്പനയോ, എന്താ പറയാ, മാർഗംകളി, തിരുവാതിരക്കളി, അങ്ങനെ എന്ത് ഡാൻസിങ് സ്റ്റെപ്സ്, ഒരു മൂവ്മെന്റ്, ബോഡി ആക്ഷൻ സോങ്ങോട് കൂടി സൈൻ ഇൻ ചെയ്യാം. അത് 2 പേര് എന്ന് പറയുന്നത് എല്ലാരും ഇത് ചെയ്യണം. എല്ലാരിലേക്കും ആ ചാൻസ് വരാൻ. നിങ്ങളിപ്പം പ്രയർ ചൊല്ലിയില്ലേ 2 ആള്, അപ്പൊ അവരെന്നെ ഈ ആഴ്ച കോർഡിനേറ്റ് ചെയ്യട്ടെ അല്ലേ? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റേഴ്സിന് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അവർ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യലേ ഉള്ളൂ. അതല്ലേ, അങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത്. അവർക്ക് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ക്ലാസ് എടുക്കാൻ വരുന്ന ഫെസിലിറ്റേറ്ററോട് ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടം വരെ ആയിരുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാരും ഒന്ന് പ്രിപ്പയർ അടുത്ത ക്ലാസ്സിന് വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാരും ആ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് ഒരു പേരിൽ ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പില് അങ്ങനെ മെസ്സേജുകൾ വരുമ്പോ എല്ലാവർക്കും കാണാമല്ലോ. ഫെയറായിട്ട് ഗ്രൂപ്പ് നാശാക്കാനും നമ്മളുടെ തന്നെ ആക്ഷൻസ് മതിയാകും. സോ മാക്സിമം ഡു ബെറ്റർ ഇൻ യുവർ ഗ്രൂപ്പ്. എല്ലാരും തമ്മിൽ നല്ല ഒരു റാപ്പ് ബിൽഡ് ചെയ്യട്ടെ. ഇതിന്റെ നോട്ടുകളൊക്കെ എങ്ങനെയാണ്? എന്തോ നോട്ടുകൾ എങ്ങനെ തരിക? ഇതിന്റെ ആര് നോട്ട് തരണം? നമ്മള് തന്നെ നോട്ട് തയ്യാറാക്കി പഠിക്കുവാണേ. അതെ, നിങ്ങൾ നാളെ ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആവാനുള്ളവരല്ലേ, തന്നെ ചെയ്യണം. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. പിന്നെ വേറെ സംശയം, നമുക്ക് മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിൽ തന്നെ വേണം നോട്ട്? ഇംഗ്ലീഷ് ആണ് നമ്മുടെ മീഡിയം, നമ്മുടെ കോഴ്സിന്റെ മീഡിയം ഇംഗ്ലീഷ് ആണ്. എന്തോ എക്സാം നാളെ ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും അതിൽ ക്ലിയർ ചെയ്യാം. മാം, പിന്നെ ഒരു സംശയം കൂടി, നമ്മൾ നോട്ട്സ് ഒരു നോട്ട്സ് മതിയോ, അത് മൊത്തത്തിൽ അങ്ങനെ എഴുതണം, അത് വേറെ വേറെ വേണോ? എങ്ങനെയാണ് അതിന്റെ അടുത്ത് പറയാം? ഓരോ ടീച്ചർമാരുടെ ആണോ ചോദിച്ചത്? സെപ്പറേറ്റ് നോട്ട്സ് വേണോ? ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എന്താണോ കൺവീനിയന്റ് ആ രീതിയിൽ ചെയ്യാം. ഇപ്പം ഇന്നലെ മാം എടുത്തത് അതേ ഇത് തന്നെയല്ലേ, സെക്കൻഡ് ചാപ്റ്റർ അല്ലേ മാം എടുത്തത്? അപ്പൊ നമുക്ക് ഒരു നോട്ട് തന്നെയല്ലേ വരുന്നത്? ഇന്നലെ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ അശ്വതി മിസ് എടുത്തേ? അപ്പൊ സെപ്പറേറ്റ് വരും. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നോട്ട്സ് എഴുതുന്നത്. ടെക്സ്റ്റിലുള്ളതുപോലെ നമുക്ക് എങ്ങനെ പോസ്റ്റ് വഴി വരും കിട്ടാന്? അതല്ല, അതിനകത്ത് പോയിന്റ് ചെയ്താൽ മതിയല്ലോ. നോട്ട് എഴുതുന്നതിനെക്കാട്ടും എക്സാമിന് അത് തന്നെയല്ലേ വരുന്നത്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തിട്ട് ടെക്സ്റ്റിലല്ലേ എഴുതേണ്ടത് നമ്മൾ. അപ്പം അതുപോലെ തന്നെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പഠിച്ച എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി കാണത്തില്ല. അപ്പം ഇല്ല, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഇല്ല, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. അതൊരു സംശയം മാം. നമ്മള് ടെക്സ്റ്റ് അതുപോലെ തന്നെ എക്സാമിന് വരും, നമ്മൾ പുറത്തത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ലല്ലോ? ഞാൻ ഇതിനെന്താ മറുപടി പറയേണ്ടത്? സംശയങ്ങളാണ് നമ്മളെ. ഇതൊരു വൈഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ കുറെ കണക്ട് ചെയ്യും. അതായത് നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ സ്കൂളിൽ നിന്ന് മക്കള് വരുമ്പോ പറയുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടികൾ വലുതായപ്പോ ഇങ്ങനെ അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരും. നമ്മളുടെ ടെക്സ്റ്റിലുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞതിലുണ്ടോ? നമ്മളത് കണക്ട് ചെയ്ത് പോയില്ലേ? നമ്മൾക്ക് അതാണ് വേണ്ടത്. നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വൈഡായിട്ട് നമ്മൾ പോകും. പരീക്ഷ നമുക്കത് ക്വസ്റ്റ്യൻ വന്നാല് നമുക്ക് ഈ ആൻസർ എഴുതാം അല്ലെ? പുറത്തുനിന്നല്ലേ നമുക്ക് വേണ്ടത് എഴുതാം അല്ലെ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരി തെറ്റെന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ തരുമ്പോ അജിതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും, വേറൊരു രീതിയിൽ ചിന്തിക്കും, ഷഹന വേറെ, അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമല്ലേ? അത് നമ്മൾ ഇവിടെ ഒപ്പീനിയൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു.
അപ്പൊ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് കിട്ടും, അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത്? പല അഭിപ്രായങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് ഇങ്ങനെ ചെയ്താൽ ശരിയാവുമായിരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും. നമ്മളുടെ ക്ലാസ് അങ്ങനെയാ പോകുന്നത്. ക്ലിയർ ആയോ? നമ്മൾ വൈഡ് ആയിട്ട് ചിന്തിക്കുക. നമുക്ക് മേഡം എക്സാമിനും മുന്നേ ഉണ്ടല്ലോ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ തരില്ലേ? മോഡൽ എക്സാം ഒക്കെ ഉണ്ടാവില്ലേ? എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ടിക്ക് ചെയ്യാന്നുള്ളതാണ്. അത് ഓരോ മോക്ക് ടെസ്റ്റ് PSC ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇതിന്റെ മുന്നേ ഒരു PSC ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഉണ്ടാവൂലേ, അത് തെരഞ്ഞെടുത്താൽ മതി അല്ലേ? എടുത്താൽ മതി. അപ്പൊ ശരിക്കും MCQ-നേക്കാൾ എപ്പോഴും എളുപ്പമല്ലാത്ത ക്വസ്റ്റ്യൻസ് ആ MCQ. ഓപ്ഷൻ 4 കാണുമ്പോ 4 ശരിയാണെന്ന് തോന്നൂലേ? PSC ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും 4 ശരിയാണോന്നൊരു ഡൗട്ട് തോന്നും. അപ്പൊ അതിന് എളുപ്പം മറ്റേ ടൈപ്പാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾക്ക് ഇതാണ് നമ്മളുടെ രീതി. ബട്ട് നിങ്ങൾക്ക് മറ്റേ രീതി, അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും അസൈൻമെന്റ് തരുന്നത്. ഓക്കെ, സോ യു ഡിസൈഡ് ആര് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ്, അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം. എനിക്ക് 1:30 ക്ലാസ് ഉണ്ട്, സോ ഐ എം ലീവിങ്. ഫ്രണ്ട്സ് ആരും ലെഫ്റ്റ് ആവല്ലേ, നമ്മ ഈ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാ, ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാ. മാം ലെഫ്റ്റ് ആയെങ്കിൽ അല്ല, ഗ്രൂപ്പ് എല്ലാരും ലെഫ്റ്റ് ആയെങ്കിൽ ആരും ലാസ്റ്റ് ക്ലാസ്സിലെ ചോദിക്കണോ വിചാരിച്ചത്. Angita, just check in the chat box. There is many numbers are given, many personal numbers are given. So you can. Yes, ma'am. Everyone is left. No, ma'am. Someone. No need to add more numbers in this chat box. Just take one number and communicate with that, and let them do the creation of group or whatever it is. Okay, ma'am. ഇപ്പൊ ആർക്ക് പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആയിക്കോട്ടെ, ഒരാള് ചെയ്യാണെങ്കിൽ അതിന് നല്ലത്. നമ്പർ ചെയ്യുമ്പോ റഷാറിയാസാണ് വരും, പക്ഷെ ഫൗസിയാണ് പേര്. അതൊരു കാര്യം ചെയ്താൽ മതി, എല്ലാവരും അവരവരുടെ ഗൂഗിൾ നെയിം സ്വന്തം നെയിം ആക്കി വെച്ചാൽ മതി. കുട്ടികളുടെ പേരോ ഹസ്ബൻഡിന്റെ പേരോ ഒക്കെ ചേഞ്ച് ആക്കിയിട്ട്, ഇപ്പൊ ഞാൻ വെച്ചതുപോലെ ഞാൻ സെബിന എന്നാണ് വെച്ചിരിക്കുന്നത്, അതേപോലെ നമ്മുടെ ഗൂഗിൾ നെയിമും സെബിന അങ്ങനെ ആക്കി ഓരോ നെയിം അവരവരുടെ നെയിം ആക്കി വെച്ചാൽ മതി. അപ്പൊ പിന്നെ കണക്ട് ചെയ്യുന്നവർക്ക് നമ്പർ കണക്ട് എടുക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നമ്പർ എടുത്തോളൂ, ഞാൻ ലീവ് ആവുമ്പോഴേക്കും ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസ്റ്റ് വീഡിയോ കട്ട് ചെയ്യും. ഓക്കെ, ഒന്ന് ലാസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പില് ആർക്കെങ്കിലും പറ്റുന്നെങ്കിൽ ഓക്കെ എന്ന് അയക്കാമോ? മീൻസ് ഇത് ലൈൻസ് ലിങ്ക് ഉണ്ടാകുന്നല്ലോ, ലിങ്ക് ഒക്കെ തംസപ്പ് അയച്ചെങ്കിൽ മതി, അവരാ ജോയിൻ ചെയ്യിപ്പിക്കാം നമ്പർ എടുത്തിട്ട്. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനേ, എല്ലാവർക്കും ഉപകാരമുള്ളതല്ലേ. അതൊക്കെ പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഓൾറെഡി MT Jan 2020 ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സാപ്പില്, ഈലല്ല തംസപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് തംസപ്പ് അയച്ചാൽ മതി, ലിങ്ക് ഒക്കെ തംസപ്പ് അയച്ചെങ്കിൽ മതി. അതല്ലേ എല്ലാവരും ആഡ് ചെയ്യുക, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആഡ് ചെയ്താൽ പോരെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന. താല്പര്യം ഇല്ലാത്തോല് ലെഫ്റ്റ് അടിച്ചിട്ട് പോയിക്കോളും. ഇതാ മെയിൻ ഗ്രൂപ്പില് ഒഫീഷ്യൽ ഗ്രൂപ്പില് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഇല്ല, നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂല, അത് അഡ്മിൻക്ക് മാത്രമല്ലോ. അഡ്മിൻസ് ഓൺലി ആണോ? അത് ഞാൻ നോക്കിയിട്ടില്ല. അഡ്മിൻസ് ഓൺലി ആണോ? അത് അഡ്മിൻസ് ഓൺലി. അപ്പൊ അതിൽ ഒരു ലിങ്കിൽ ആരെങ്കിലും തംസപ്പ് അയച്ചാൽ മതി. ആ ലിങ്കിൽ ഓൾറെഡി നമ്മ ജോയിൻ ചെയ്യുമ്പോൾ തംസപ്പ് കൊടുക്കുന്നില്ലേ, അങ്ങനെ ആർക്കെല്ലാം താല്പര്യം ഉണ്ട് അവർ തംസപ്പ് ആദ്യം കൊടുത്തെങ്കിൽ ഞാൻ ആ നമ്പർ എടുത്തിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കാം. ഇതിപ്പോ ഓൾറെഡി ഗ്രൂപ്പിൽ അല്ല മെസ്സേജിൽ ഓൾറെഡി നമ്പർ ഉണ്ട്, ഈ നമ്പറെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും ഇപ്പൊ ഗ്രൂപ്പ് ആക്കാൻ.